Hey guys, welcome to day 4 of our Turkey trip. Today we are flying from Istanbul to the dreamy land of Cappadocia. Late night ആണ് നമുക്ക് ഇസ്താൻബുളിൽ നിന്ന് Cappadocia flight ഉണ്ടായിരുന്നത്. From our place of stay we took a cab and reached the airport. It was just a short flight of an hour. After reaching there, we decided to rent out a car as our stay was little far from the airport. ശരിക്കും പറഞ്ഞാൽ I was really frustrated as the hot air balloon ride, which was the most awaited activity in our entire journey, got cancelled due to weather. Then we decided to go to hotel and try for an early check-in. Unfortunately, that didn't work as the room was already booked by someone else. It was very kind of that staff in the hotel who gave us an option to rest in the lobby. Look at the lobby guys, how royal it is, and I was really excited about our stay. The most exciting part എന്താണെന്നറിയോ, നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഒറിജിനൽ കേവ്സിലായിരുന്നു. ചെക്ക് ഇൻ ചെയ്യാൻ ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ആൻഡ് വി ഓർഡേർഡ് ആൻ ഒതൻറ്റിക് തുർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ജസ്റ്റ് റെസ്റ്റോറൻറ്റിൻ്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയപ്പോൾ വി എക്സ്പീരിയൻസ്ഡ് ആൻ അമേസിങ് വ്യൂ ഓഫ് സ്നോ. ഇത് കണ്ടപ്പോൾ വി ഡിസൈഡഡ് ടു ഗോ ഫോർ എ ഡ്രൈവ്. ആക്ച്വലി നമ്മളെല്ലാവരും ടയേർഡായിരുന്നു, ലാസ്റ്റ് നൈറ്റ് അങ്ങനെ പ്രോപ്പർ സ്ലീപ്പൊന്നും കിട്ടാത്തതുകൊണ്ട്. നമ്മൾ പോകുന്ന വഴിയിൽ ചുറ്റും മഞ്ഞ് വീണെടുപ്പുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ ഫുള്ളി മഞ്ഞിൽ കവർ ചെയ്ത ഒരു പ്ലേസിലേക്ക് വന്നു. പക്ഷെ നമുക്ക് പണി കിട്ടി, നമ്മുടെ കാർ ടയർ സ്നോയിൽ കുടുങ്ങി. Somehow we managed to get back. Meanwhile, it was time for our check-in. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു, February 14th. ആൻഡ് ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ ഒരു സ്റ്റാഫായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂമിൽ ഒരു കേക്ക് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ സ്മോൾ സർപ്രൈസ് ഫോർ മൈ ഹസ്ബൻഡ്. ആക്ച്വലി ഞങ്ങൾ റൂമിലേക്ക് കയറിയെങ്കിലും ഹി ഡിഡ്ന്റ് നോട്ടീസ് ഇറ്റ്. ആൻഡ് ലുക്ക് അറ്റ് ഹിസ് എക്സ്പ്രഷൻ വെൻ ഹി നോട്ടീസ്ഡ് ഇറ്റ്. ശരിക്കും ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമ്മൾ കുറച്ച് നേരം റൂമിൽ റെസ്റ്റൊക്കെ ചെയ്ത് ഫ്രഷായി. അഗെയിൻ ഒരു 3-4 ഒക്കെ ആയപ്പോൾ നമ്മൾ പുറത്തിറങ്ങി കസിൻസൊക്കെ ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. അതിൻ്റെ ഒരു ഷോർട്ട് ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് പീജൻ വാലിയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അവിടെ ക്ലോസ് ആവുന്ന ടൈമായിരുന്നു. പിന്നെ നമ്മൾ 4 പേരും ഒന്നും നോക്കിയില്ല, അവിടെ ഇറങ്ങി കുറേ നേരം മഞ്ഞിലൊക്കെ കളിച്ചു, കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഭയങ്കര രസമായിരുന്നു. എപ്പോഴും നമ്മുടെ ലൈഫിൽ ചെറിഷ് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല മൊമെൻറ്റ്സ് കിട്ടി. ആക്ച്വലി അവിടെ ഫുള്ള് സ്നോ ആയിരുന്നെങ്കിലും ഡിഡ്ന്റ് ഫീൽ ദാറ്റ് കോൾഡ് ആസ് ഇൻ ഇസ്താൻബുൾ. എന്താണെന്നറിയില്ല, മേ ബി അവിടുത്തെ ക്ലൈമറ്റായിട്ട് അഡാപ്റ്റ് ആയതാവും. എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. We decided to have an early dinner and take rest. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തുർക്കിഷ് റെസ്റ്റോറൻറ്റിൽ കയറി. ശരിക്കും ഭയങ്കര ടേസ്റ്റായിരുന്നു ഫുഡ്, എസ്പെഷ്യലി മീറ്റൊക്കെ വെൽ കുക്ക്ഡ് ആയിരുന്നു. അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. ഒരു പോട്ടിൽ കുക്ക് ചെയ്തിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ അത് ബ്രേക്ക് ചെയ്ത് സെർവ് ചെയ്യും. അതിൻ്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിലേക്ക് പോകാൻ ഡിസൈഡ് ചെയ്തു. ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഓഫ് Cappadocia. എന്തു ഭംഗിയല്ലേ. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടൽസും കേവ് ഹോട്ടൽസ് തന്നെയാണ്. ദാറ്റ് മീൻസ് ശരിക്കുള്ള കേവ്സ് അവർ മോഡിഫൈ ചെയ്ത് ഹോട്ടലാക്കിയതാണ്. ഇറ്റ് വാസ് റിയലി യുണീക്ക്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ബാൽക്കണി വ്യൂ ശരിക്കും അടിപൊളിയായിരുന്നു. ഐ വാസ് ഇൻ ലവ് വിത്ത് Cappadocia. ആകെ എനിക്കുണ്ടായിരുന്ന വിഷമം ഹോട്ട് എയർ ബലൂൺ ചെയ്യാൻ പറ്റാത്തതിലായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ടൈം ഇൻഷാല്ലാ വിൽ മേക്ക് ഇറ്റ്. പിന്നെ നമ്മൾ ചുമ്മാ ചുറ്റി നടന്ന ഹോട്ടലൊക്കെ കണ്ടു. അവിടെ കുറേ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് പോയി, ഫ്രഷായി. പിന്നെ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ നോക്കിയിരുന്നു. വി ചെറിഷ്ഡ് അവർ മെമ്മറീസ്. പിന്നെ കസിൻസ് റൂമിലേക്ക് വന്നു. പിന്നെ വി ഹാഡ് എ ഗുഡ് ടൈം ഓഫ് അസ്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിലും നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ.